ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഭക്ഷണത്തെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. വയനാട് പുൽപ്പള്ളിയിൽ കാറിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ സംഭവത്തിൽ റിമാൻഡിലായ തങ്കച്ചൻ ജയിൽ മോചിതനായി. 17 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് തങ്കച്ചൻ മോചിതനായത്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന് വരെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് തങ്കച്ചൻ ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ്, ഒരു വക്കീലായ DCC സെക്രട്ടറി, ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത്. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂല എന്ന് പറഞ്ഞിരുന്നു. ഒരുത്തനെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കി. അവൻ വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി കൊണ്ട് മാത്രം കഴിക്കലായി. ഒരുത്തൻ്റെ വീട്ടിൽ ചെന്നു, ഒരു 101 നമ്പർ കാറും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ CCTV ഉണ്ടെന്ന് പറഞ്ഞതോടുകൂടി ഇവർ വിട്ടുപോയി. വേറൊരുത്തൻ്റെ വീട്ടിൽ രാത്രി ചെന്ന് പട്ടി കുറച്ചതുകൊണ്ട് ഇവരിറങ്ങിപ്പോയി. ഇങ്ങനെ ഇവരെ സ്ഥിരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വക്കീൽ ബുദ്ധിയിലാണ് ഈ തോട്ടയും ചാരായവും വന്നത്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടാത്ത രാജ്യദ്രോഹ കുറ്റമാണ്. അതിനോട് പറഞ്ഞാൽ ജയിലറാണ് പറഞ്ഞത്. CIയുടെ ശക്തമായ അന്വേഷണത്തിൽ ഇപ്പം ഇരേനെങ്കിലും കിട്ടിയത്. ഇനി ഇര കൊളുത്തിയിട്ടവനും ചൂണ്ടൊക്കെ പിടിച്ചവനൊക്കെ ഒളിവിലാണ്. അവരെയും കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതിന് ND അപ്പച്ചന് വരെ, DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കെടുത്തു. ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയവർക്കെതിരെ പരാതി നൽകാൻ പോയപ്പോഴാണ് തങ്ങൾക്ക് മർദ്ദനമേറ്റതെന്ന് ഹോട്ടൽ മാനേജർ റോണി ജോണി. ഫ്ലാസ്ക് ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചുവെന്നും റോണി പറഞ്ഞു. ഇവിടെ ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയ